ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും TJS യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂവി നറേഷൻ ചെയ്യുന്ന ചാനലുകൾ എങ്ങനെയാണ് കോപ്പറേറ്റ് ഒന്നും ഇല്ലാതെ അവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. മൂവി ക്ലിപ്പ് നമുക്ക് എങ്ങനെ എടുക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ എടുക്കാം, അതുപോലെ സൗണ്ട്സ് എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ എഡിറ്റ് ചെയ്ത ഒരു മൂവി നറേഷന്റെ ഒരു ക്ലിപ്പ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതായത് ഫുൾ ആയിട്ടുള്ള ഒരു മൂവി നറേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് വീഡിയോയിലൂടെ കാണാം. Chris Gardner, played by Will Smith, is in a subway station bathroom with his young son, Christopher. They've been evicted from their apartment, and this is their last resort for shelter tonight. The scene is heart-wrenching and powerful. Chris tries to make it seem like an adventure, telling his son they are time traveling in a cave. He locks the door, but the harsh reality is inescapable as people bang on it, trying to get in. The desperation and love in Chris's eyes as he holds his son tight, using his leg to keep the door. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. നിങ്ങൾക്ക് ഏത് സിനിമയെ കുറിച്ചാണോ നിങ്ങൾ നറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ സിനിമയെക്കുറിച്ച് ഒരു നറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാൻ ChatGPTയോട് പറയുക. അത് നിങ്ങൾക്ക് എത്ര ക്യാരക്ടേഴ്സിൻ്റെയാണ് വേണ്ടത്, എത്ര വേർഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ സിനിമയുടെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീൻ, അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓരോ കാര്യവും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ദ പെർസ്യൂട്ട് ഓഫ് ദ ഹാപ്പിനെസ് എന്ന് പറയുന്ന വിൽ സ്മിത്തിൻ്റെ ആ മൂവിയുടെ ഒരു സ്ക്രിപ്റ്റാണ്. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീൻ തന്നെയാണ് എനിക്ക് സ്ക്രിപ്റ്റായിട്ട് തന്നിരിക്കുന്നത്. അതിനകത്ത് വിൽ സ്മിത്തിൻ്റെ മകനും കൂടെ സബ്വേയിൽ ഒരു നൈറ്റ് ഫുള്ള് ഒരു ബാത്റൂമിനകത്ത് കഴിച്ചു കൂട്ടുന്ന ഒരു സീനാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണ്. അതെനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ChatGPT എനിക്കത് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് നറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് എനിക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് മലയാളത്തിൽ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം വോയിസ് ഓവർ കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഞാനത് ഇംഗ്ലീഷിൽ തന്നെ ഉള്ള വോയിസ് ഓവറാണ് കൊടുക്കാൻ പോകുന്നത്. അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് തന്നെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാനൽസ് നിങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കുന്ന നറേഷൻ ചാനൽസ് ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുമില്ല, അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, അവർ നല്ല തന്നെ ഏണിങ്സ് നേടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വിഷയങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നമുക്ക് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് വോയിസ് മേക്കർ, നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. വോയിസ് മേക്കർ എന്ന് പറഞ്ഞാൽ സൈറ്റ് യൂസ് ചെയ്യുക. വോയിസ് മേക്കറിനകത്ത് ഫ്രീ ആണ്. നിങ്ങൾക്ക് 250 വേർഡ്സ് വരെ ഒറ്റ ടൈമിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വോയിസ് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്തോരുണ്ടോ അത് മൊത്തം നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മൂവിയുടെ നറേഷൻ കാണും. അതുപോലെ തന്നെ ഏതെങ്കിലും മൂവിയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ടുള്ള ഇതും കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വോയിസ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഓരോന്നും, അതായത് നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ 250 വേർഡ്സ് വരെയാണ് നമുക്ക് ലിമിറ്റ് ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 250യുടെ നമ്മൾ കോപ്പി ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത ശേഷം അത് നമ്മൾ ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഓഡിയോ കൺവേർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നമുക്ക് റിയലായിട്ട് തോന്നും. ഒരു മനുഷ്യൻ പറയുന്ന പോലെ തന്നെ തോന്നും, റോബോട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. പിന്നെ നിങ്ങൾക്ക് മലയാളത്തിലാണ് നിങ്ങൾ നറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നർക്കിറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് യൂസ് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു സൈറ്റാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ ഫീമെയിൽ വോയിസോ അല്ലെങ്കിൽ മെയിൽ വോയിസോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിലൂടെ യൂസ് ചെയ്ത് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓരോ ഓഡിയോ ഫയലും നമ്മൾ ഇതിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പം നമുക്ക് വീഡിയോയുടെ ക്ലിപ്പ് കിട്ടണം. വീഡിയോയുടെ ക്ലിപ്പ് കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലത് നമുക്ക് യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിൽ തന്നെ വന്നിട്ട് ശേഷം നമ്മൾ ആ സിനിമയുടെ പേരടിച്ചു കൊടുക്കുക. ഏത് സിനിമയുടെ ക്ലിപ്പാണ് വേണ്ട ആ സിനിമയുടെ പേരടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ സിനിമയാണ് വേണമെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ട് ഏതെങ്കിലും അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ടാണ് വേണമെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്ലിപ്പ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടി യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി വരിക. ഓഡിയോ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ മ്യൂസിക് ഉണ്ട്. നിങ്ങൾക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് വരത്തില്ല. കാരണം ഇത് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നേരെ തന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്കാണ് വരുന്നത്, വീഡിയോ എഡിറ്റിങ്ങിലേക്ക്. വീഡിയോ എഡിറ്റിംഗ് വന്ന ശേഷം നമ്മൾ എല്ലാം ആഡ് ചെയ്യുക. വീഡിയോ ക്ലിപ്പ്, അതുപോലെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ക്ലിപ്പിൽ ഓരോ 5 സെക്കൻഡ് കറക്റ്റ് 5 സെക്കൻഡ് മുകളിൽ പോയില്ല 5 സെക്കൻഡ് ആകുമ്പോഴും ഒരു കട്ട് ചെയ്യണം നിങ്ങൾ. ആ വീഡിയോ ക്ലിപ്പിൻ്റെ 5 സെക്കൻഡ് ആകുമ്പം ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം അതിന് മുന്നോട്ടുള്ള കുറച്ച് ഭാഗം ഡിലീറ്റ് ചെയ്യുക. വീണ്ടും 5 സെക്കൻഡ് വെക്കുക. അതിനുശേഷം വീണ്ടും കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യുക. വീണ്ടും 5 സെക്കൻഡ്. അങ്ങനെ 5 സെക്കൻഡ് വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കണ്ടിന്യൂ ആയിരിക്കണം. നിങ്ങൾ പറയുന്ന കഥയായിട്ട്, അതായത് നറേഷനുമായിട്ട് കറക്റ്റ് യോജിക്കുന്ന ഇത് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ 5 സെക്കൻഡ് വെച്ച് ഓരോരോ പാർട്ടുകൾ നിങ്ങൾ കട്ട് ചെയ്ത് ഓരോ ക്ലിപ്പാക്കി നിങ്ങൾ ഇപ്പം എൻ്റെ അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓരോ ക്ലിപ്പാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 5 സെക്കൻഡ് കഴിയുമ്പോൾ ചെറിയൊരു കട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് ഡിലീറ്റ് ചെയ്യണം. പിന്നെ 5 സെക്കൻഡ് ചെറിയൊരു കട്ട് വന്നിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരത്തില്ല. ഇങ്ങനെ ഒരുപാട് ചാനലുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.